ഹലോ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്റർ 3 EVSലെ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ എടുക്കുന്നത്. പാഠത്തിൻ്റെ പേരെന്താടാ? എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം? എന്താ? ചിറകുള്ള കൂട്ടുകാർ, വിങ്ഡ് ബഡീസ് അല്ലേ? ചിറകുള്ള കൂട്ടുകാർ, വിങ്ഡ് ബഡീസ്. എന്താണ് ഈ ചിറകുള്ള കൂട്ടുകാർ, വിങ്ഡ് ബഡീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമല്ല, നമ്മുടെ ചുറ്റുമുള്ള പക്ഷികളല്ലേ, ബേർഡ്സ് അല്ലേടാ, പക്ഷികളെ. നിങ്ങൾ ഏതൊക്കെ പക്ഷികളെ നിങ്ങൾക്ക് അറിയും? ഒന്ന് നിങ്ങൾ വീട്ടിലൊക്കെ വളർത്തുന്ന കോഴി ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ അടുത്തേതാ വരുന്നത്? നിങ്ങൾ എപ്പോഴും കാണുന്ന കാക്ക, ക്രൗ ഉണ്ടാവും. അതുപോലെ തന്നെ തത്തമ്മ ഉണ്ടാവും, പാരറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ചില ആൾക്കാർ മയിലിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വയനാടോ ഇടുക്കി ജില്ലകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരോ വനപ്രദേശത്തിനടുത്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടാവിടാ? നിങ്ങൾ മയിലിനെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളെ മയിലിനെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ പാട്ടുപാട് നമ്മൾ കുയിലിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ പീക്കോക്കിനെ കണ്ടവരുണ്ടാവും, അതുപോലെ തന്നെ കുക്കുവിനെ കണ്ടവരുണ്ടാവും, ഇതൊക്കെ കണ്ടവരുണ്ടാവും. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പക്ഷികളുണ്ടല്ലോ മക്കളെ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആ പക്ഷികളെ കുറിച്ചിട്ടും അവരുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വളരെ സുന്ദരനായിട്ടുള്ള നമ്മുടെ ഈ പക്ഷിനെ കുറിച്ചിട്ടാണ്. ഈ പക്ഷി ആരാന്നറിയോടാ? മലമുഴക്കി വേഴാമ്പലാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. പേര് വായിച്ചോടാ എൻ്റെ കൂടെ. മലമുഴക്കി വേഴാമ്പൽ, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ ആണ് ഇയാളുടെ പേര്. ഇവരുടെ പ്രത്യേകതകൾ സാറ് വായിച്ചു തരാം. ഒന്ന്, ഇയാൾ കേരളത്തിന്, നമ്മുടെ മലമുഴക്കി വേഴാമ്പലുണ്ടല്ലോ, കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ്. ഇത് പഠിച്ചല്ലോടാ, എൻ്റെ കൂടെ തന്നെ വായിക്കണേടാ. ക്ലാസ്സിൽ എൻ്റെ കൂടെ തന്നെ വായിക്കണം. കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് ആരുടെ? മലമുഴക്കി വേഴാമ്പൽ എന്നറിയപ്പെടുന്നത് പക്ഷി. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള ആൻഡ് അരുണാചൽ പ്രദേശ് അല്ലേ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള ആൻഡ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെയും കേരളത്തിൻ്റെയും സ്റ്റേറ്റ് ബേർഡ് ആണ് ആര്? മലമുഴക്കി വേഴാമ്പൽ എന്നുള്ളത് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കണം. അടുത്ത് നോക്കടാ, കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ മലമുഴക്കി വേഴാമ്പലാണ്. ഇറ്റ് ഈസ് നോൺ ബൈ ദ നിക് നെയിം ദി ഫാർമർ ഓഫ് ദി ഫോറസ്റ്റ്. ഫാർമർ ഓഫ് ദി ഫോറസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാടാ? മലമുഴക്കി വേഴാമ്പലാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിലാണ്. കാട്ടിലെ കർഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാടാ? മലമുഴക്കി വേഴാമ്പലാണ്. ഇനി ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാടാ? ഇയാൾ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ പട്ടികയിൽ ഇവ ഉൾപ്പെടുന്നു. എന്താണ് ഈ വംശനാശ ഭീഷണി? സാർ പറഞ്ഞു തരാലോ. വംശനാശ ഭീഷണി എന്ന് പറഞ്ഞാലേ ഈ പക്ഷികളെല്ലാം എന്താണ്, അവരുടെ വംശം ഇങ്ങനെ അറ്റുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പക്ഷികൾ നമ്മുടെ ഈ ഭൂലോകത്ത് നിന്നും ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയടാ? വംശനാശ ഭീഷണി എന്ന് പറയുന്നത്. It is included in the list of birds facing the threat of extinction. ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ മക്കളെ? ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നശിച്ചു പോവുക. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നശിച്ചു പോവുക. ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നശിച്ചു പോകുന്നതിൻ്റെ വക്കിലുള്ള ആൾക്കാരെ, ഭയം എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന പക്ഷികളാണ് ആര്? നമ്മുടെ ഈ മലമുഴക്കി വേഴാമ്പൽ, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? നശിച്ചു പോകുന്ന പക്ഷികളുടെ കൂട്ടത്തിൽ ഉള്ള പക്ഷിയാണ് ആര്? നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മലമുഴക്കി വേഴാമ്പൽ കേട്ടോ. അപ്പോൾ കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ്. എൻ്റെ കൂടെ പറയണേ, കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. വംശനാശ ഭീഷണി നേരിടുന്നു ആര്? നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ. അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ വായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള ആൻഡ് അരുണാചൽ പ്രദേശ്. ഇറ്റ് ഈസ് നോൺ ബൈ ദ നിക് നെയിം ദ ഫാർമർ ഓഫ് ദി ഫോറസ്റ്റ്. അടുത്ത് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ബേർഡ്സ് ഫേസിങ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഇനി അടുത്ത് നോക്കിക്കോടാ, നമ്മൾ കുറച്ച് പക്ഷികളെ കുറിച്ചിട്ടാണ് പഠിക്കുന്ന മക്കളെ. പക്ഷികളെ കുറിച്ചിട്ടാണ്, അവരുടെ സവിശേഷതകളും അവരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമുക്ക് മൂങ്ങേനെ കുറിച്ച് പഠിക്കാം അല്ലേ? മൂങ്ങേനെ കുറിച്ച് പഠിക്കാം അല്ലേ? നോക്കടാ, മൂങ്ങകൾ പലതരത്തിലുണ്ട് കേട്ടോ. വെള്ളിമൂങ്ങ എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? യെസ്, മൂങ്ങ ഇവിടെ നോക്കടാ. മൂങ്ങേൻ്റെ പ്രത്യേകത നോക്കാളോ? പരന്ന മുഖമാണ് അല്ലേ? നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? പരന്നിട്ടല്ലടാ അതിൻ്റെ മുഖം. ചെറിയ കൊക്കെ ഉണ്ടാവുള്ളൂ. ഇരപിടിയൻ പക്ഷിയാണ്. എന്താ ഇരപിടിയൻ പക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പുഴുക്കളെയും പ്രാണികളെയും അതുപോലെ തന്നെ അതിന് വേണ്ട ജീവികളെയൊക്കെ എന്താ ചെയ്യുന്നത്? ഇര പിടിച്ചിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇരപിടിയൻ പക്ഷിയാണിത്. രാത്രിയിലാണ് ഇര തേടുക കേട്ടോ. ഇവർ പകരി ഇര തേടുക ഇല്ല. മൂങ്ങകൾ എപ്പോഴാണ് ഇര തേടുക? അവർ രാത്രിയിലാണ് ഇര തേടുക എന്നുള്ളത് തന്നെ മക്കൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ പറയുന്നത് ആരെ കുറിച്ചിട്ടാടാ? ഔളിനെ കുറിച്ചിട്ട്. ഫ്ലാറ്റ് ഫേസ് അല്ലേ? അയാളുടെ ഫേസ് നോക്കടാ, ഫ്ലാറ്റ് ഫേസ് ആണല്ലേ? ഫ്ലാറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? പരന്ന മുഖം. സ്മോൾ ബീക്ക് അല്ലേ? സ്മോൾ ബീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ കൊക്ക്. പ്രിഡേറ്ററി ബേർഡ്. പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? മറ്റ് ജീവികളെ, നമ്മുടെ വേംസിനെയൊക്കെ കഴിക്കുന്നതിനെയാണ് നമ്മൾ പ്രിഡേഷൻ എന്ന് പറയാം കേട്ടോ. പ്രിഡേറ്ററി ബേർഡാണ്. സെർച്ച് പ്രേ അറ്റ് നൈറ്റ്. ഇയാൾ എപ്പോഴാണ് ഇവരെ പ്രിഡേഷൻ നടത്തുന്നത്? സെർച്ച് പ്രേ അറ്റ് നൈറ്റ്. രാത്രിയിലാണ് ഇവർ ഇര തേടുന്നത്. അടുത്ത പക്ഷി നോക്കിക്കോടാ, വീവർ. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. വീവർ പക്ഷി ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? വീവർ പക്ഷി കളിമണ്ണും പുല്ലും ഇലകളും കൊണ്ടാണ് കൂട് നിർമ്മിക്കുന്നത്.
ഇയാൾ എങ്ങനെയാണ് കൂട് നിർമ്മിക്കുന്നത് എന്ന് നോക്കണേടാ. എങ്ങനെയാണ്? കളിമണ്ണും പുല്ലും ഇലകളും കൊണ്ടാണ് കൂട് നിർമ്മിക്കുന്നത്. യെസ്, കളിമണ്ണും പുല്ലും ഇലകളും കൊണ്ടാണ് കൂട് നിർമ്മിക്കുന്നത്. യെസ് യെസ് യെസ്. 100ഓളം കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഒരു കൂട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കടാ, നമ്മളെ വീട്ടിൽ ഏറിപ്പോയ എത്ര പേരുണ്ടാവുക? 4 പേരല്ലേ ഉണ്ടാവുക. പക്ഷേ വീവർ പക്ഷീൻ്റെ കൂട്ടിൽ എത്ര പേരുണ്ടാവുമെന്ന് അറിയോ? 100ഓളം കുടുംബങ്ങൾ താമസിക്കും. ഇതെങ്ങനെയാണ് താമസിക്കുക എന്നറിയോടാ? രാവിലെ കുറച്ച് ആൾക്കാരായിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി കുറച്ച് ആൾക്കാർ വരും, ചിലപ്പോൾ പിറ്റേ ദിവസം വേറെ വീവർ പക്ഷിയായിരിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു കൂട്ടിൽ തന്നെ മാറി മാറി താമസിക്കും ആൾക്കാർ കേട്ടോ, മാറി മാറി താമസിക്കും. അങ്ങനെയാണ്. അല്ലാതെ ഈ 100ഓളം കുടുംബങ്ങൾ അറ്റേ ടൈമിൽ ഒരേ സമയത്തല്ല അതിനകത്ത് നിൽക്കുന്നത്. ചെറിയ കൂടല്ലേടാ, അതിന് സമയത്ത് എല്ലാവരും കൊള്ളില്ലല്ലോ. അപ്പോൾ ഒരു സമയത്ത് ഒരു പക്ഷി ഒരു കുടുംബം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് വേറെ കുടുംബം വരും. ഇങ്ങനെയാണ് 100ഓളം കുടുംബങ്ങൾ വീവർ പക്ഷിയുടെ കൂട്ടിൽ താമസിക്കുന്നത്. ഏറ്റവും വലിയ ദീർഘകാലം നിലനിൽക്കുന്ന കൂട് ആരുടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെയാണ് പറയുക? വീവർ പക്ഷിയുടെയാണ് അല്ലേ. ഏറ്റവും വലിയ ദീർഘകാലം ഈ വീവർ പക്ഷിൻ്റെ കൂട് എന്താടാ? നമ്മൾ വീടുണ്ടാക്കുന്ന പോലെ, നമ്മൾ കോൺക്രീറ്റും ഇതൊക്കെ കൊണ്ടല്ലേ നമ്മൾ വീടുണ്ടാക്കുക. അതുപോലെ തന്നെയാണ് വീവർ പക്ഷി. കോൺക്രീറ്റ് കൊണ്ടല്ല കേട്ടോ, അയാൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? കളിമണ്ണും പുല്ലും ഇലകളും കൊണ്ടാണ്. ഈ കൂടിൻ്റെ പ്രത്യേകത എന്താടാ? ഏറ്റവും വലിയ ദീർഘകാലം നിലനിൽക്കുന്ന കൂട് ആരുടെയാടാ? വീവർ പക്ഷിൻ്റെയാണ്. അത് മറന്നു പോയില്ലല്ലോ. യെസ്. അപ്പോൾ വീവർ പക്ഷിനെ പറ്റി ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങൾ പറയട്ടെടാ. ബിൽഡ്സ് നെസ്റ്റ് യൂസിങ് ക്ലേ, ഗ്രാസ് ആൻഡ് ലീവ്സ്. ക്ലേ, ഗ്രാസ്, ലീവ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ക്ലേ എന്ന് പറഞ്ഞാൽ കളിമണ്ണാണ് കേട്ടോ, ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലാണ്, ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇലയാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നെസ്റ്റ് കൂട് ഉണ്ടാക്കുന്നത് അല്ലേ. എബൌട്ട് 100 ഫാമിലീസ് ക്യാൻ ലീവ് ടുഗെദർ ഇൻ എ നെസ്റ്റ്. ഒരു നെസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റൂടാ? ഒരു കൂട്ട്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടല്ലേ, അതിൽ 100 ഫാമിലീസിന് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. ലോങ് ലാസ്റ്റിംഗ് നെസ്റ്റ് ആണ്, ഒരുപാട് കാലം നിലനിൽക്കുന്ന കൂടാണ് ആരുടെ? വീവർ പക്ഷിയുടെ കേട്ടോ. അടുത്തത് ആർട്ടിക് ടേൺ. ആർട്ടിക് ടേണിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോടാ? ദേശാടന പക്ഷികളിൽ മുമ്പനാണ്. ദേശാടനം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താടാ? ഇവർ കാലാവസ്ഥ നല്ല ചൂടുള്ള സ്ഥലത്ത് നിന്ന് ചൂട് കുറഞ്ഞ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ദേശാടനം എന്ന് പറയുന്നത്. അപ്പം ഈ ആർട്ടിക് ടേണിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോടാ? ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന ആളാണ് ആരുടാ? നമ്മുടെ ആർട്ടിക് ടേൺ എന്ന് പറയുന്ന പക്ഷി. ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി ഏതാന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ ഏതാ പറയുക? ആർട്ടിക് ടേൺ ആണ് അല്ലേ. പകൽ സൂര്യനെയും രാത്രിയിൽ നക്ഷത്രക്കൂട്ടങ്ങളെയും ദിശാനിർണ്ണയത്തിന് ഉപയോഗിക്കും. ഈ പകൽ എങ്ങനെയാണ് ഇവർ റൂട്ട് നോക്കുക? അവർക്ക് GPS നമ്മുടെ കയ്യിലുള്ളത് പോലെ മൊബൈൽ ഫോണോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അവരുടെ കയ്യിലുള്ളത് എന്താ? പകൽ അവർ സൂര്യനെ നോക്കും, അതുപോലെ രാത്രി അവരെന്ത് നോക്കടാ? നക്ഷത്രക്കൂട്ടങ്ങൾ നോക്കിയിട്ടാണ് ഓരോരോ ദിശകളിലേക്ക് സഞ്ചരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണേടാ മക്കളെ. അപ്പോൾ നമ്മൾ പറയുന്നത് ആർട്ടിക് ടേണിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് അമംഗ് ദി മൈഗ്രേറ്ററി ബേർഡ്സ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക അല്ലേ. നല്ല ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകും. അതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുക. അപ്പോൾ ആർട്ടിക് ടേൺ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക് ടേൺ കേട്ടോ. ആർട്ടിക് ടേൺ എന്ന് പറയുന്ന ഒരു മൈഗ്രേറ്ററി ബേർഡാണ്. വിൽ ഡു ദി മോസ്റ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഏറ്റവും നന്നായിട്ട്, ഏറ്റവും ദീർഘകാലം, ഏറ്റവും കുറേ കാലം മൈഗ്രേഷൻ നടത്തുന്ന ഒരു പക്ഷിയാണ് ആരുടെ? ആർട്ടിക് ടേൺ എന്ന് പറയുന്നത്. ഡിറക്ഷൻസ് ഈസ് നോൺ ബൈ ലുക്കിംഗ് അറ്റ് ദ സൺ ഡ്യൂറിങ് ദ ഡേ ആൻഡ് സ്റ്റാർസ് അറ്റ് നൈറ്റ്. എങ്ങനെയാണ് ഇവർ ദിശ തിരിച്ചറിയുന്നതാ? എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? പകൽ സമയത്ത് ഡേ ടൈമിൽ സണ്ണിനെ നോക്കും, നൈറ്റ് ടൈം ആണെങ്കിൽ അവരെന്തിനെ നോക്കുക? സ്റ്റാർസിനെയാണ് നോക്കുക കേട്ടോ. അടുത്ത നമ്മുടെ സ്വന്തം ഒട്ടകപ്പക്ഷിയാണ്. ഏറ്റവും വലിയ പക്ഷി, പറക്കാൻ കഴിയാത്ത പക്ഷി, ശത്രുക്കളെ കാണുമ്പോൾ മണ്ണിൽ തല പൂഴ്ത്തുന്ന പക്ഷി. ശരിയല്ലേടാ? ഒട്ടകപ്പക്ഷിനെ കുറിച്ച് ഈ വർഷം ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഏറ്റവും കരയിൽ ജീവിക്കുന്ന പക്ഷികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷിയാണ്. പറക്കാൻ കഴിയാത്ത പക്ഷിയാണ്. ശത്രുക്കളെ കാണുമ്പോൾ മണ്ണിൽ തല പൂഴ്ത്തുന്ന പക്ഷിയാണ് നമ്മുടെ ഒട്ടകപ്പക്ഷി കേട്ടോ. നോക്കിക്കോടാ, ബിഗ്ഗസ്റ്റ് ബേർഡാണ് അല്ലേ. ബിഗ്ഗസ്റ്റ് ബേർഡാണ്. അതുപോലെ തന്നെ ബേർഡ്സ് ദാറ്റ് കനോട്ട് ഫ്ലൈ എന്ന്. ബിഗ്ഗസ്റ്റ് ബേർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പക്ഷി. ദ ബേർഡ് ദാറ്റ് കനോട്ട് ഫ്ലൈ, പറക്കാൻ പറ്റാത്ത പക്ഷി. ദ ബേർഡ് ദാറ്റ് buries its head in the sand when sees എനിമീസിനെ കാണുന്ന സമയത്ത് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ മണ്ണിൽ തല താഴ്ത്തും. അതിനെയാണ് നമ്മുടെ ഓസ്ട്രിച്ച്. അതാണ് നമ്മുടെ ഓസ്ട്രിച്ച് കേട്ടോ. ഇനി അടുത്ത് താറാവിനെ നോക്കിയാലോ. താറാവിൻ്റെ പ്രത്യേകത എന്താടാ? പരന്ന ചാലുകളോട് കൂടിയ കൊക്ക്. നിങ്ങൾ കൊക്ക് കണ്ടിട്ടില്ലടാ താറാവിൻ്റെ? പരന്ന കൊക്കല്ലേ, അതിനിടയിൽ ചാലുകൾ ഉണ്ടാവും. നിങ്ങൾ ഇനി കാണുമ്പോൾ നോക്കിക്കോട്ടോ. കുഴികളോട് കൂടിയ കൊക്കാണ് ഉണ്ടാവുക. ചർമ്മബന്ധമുള്ള വിരലുകളോട് കൂടിയ കാലുകൾ. ഇവരുടെ കാലിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? തൊലി ഉണ്ടാവില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേടാ? ഡക്കിൻ്റെ കാല് നിങ്ങൾ കണ്ടിട്ടില്ലേ? കാലിനിടയിൽ എന്തുണ്ടാവും? സ്കിൻ ഉണ്ടാവും. തൊലി ഉണ്ടാവും അല്ലേ. അതാണ് ചർമ്മബന്ധമുള്ള വിരലുകളോട് കൂടിയ കാലുകൾക്കിടയിൽ എന്തുണ്ടാവുക? ചർമ്മം, തൊലി ഉണ്ടാവും. കരയിലും ജലത്തിലുമായിട്ട് ജീവിക്കാൻ പറ്റില്ലേ? താറാവ് ചരയിലും ജലത്തിലും ജീവിക്കും, എല്ലാവർക്കും അറിയാം അല്ലേ. പരുന്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താ? എത്ര ഉയരത്തിൽ നിന്നും താഴെയുള്ള ഇരയെ കാണാൻ പറ്റും അല്ലേ. പരുന്ത് അത്ര ഷാർപ്പാണ്. ഷാർപ്പാവാനുള്ള കാരണം എന്താണ്?
ഏറ്റവും മുകളിൽ നിന്ന് എത്ര ഉയരത്തു നിന്നാണെങ്കിലും അയാൾക്ക് താഴെയുള്ള ഇരേനെ കാണാൻ പറ്റും. നല്ല സ്പീഡിൽ വന്നിട്ട് അതിനെ കൊത്തിക്കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛനെയും അമ്മയൊക്കെ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ, പരുന്തിനിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എത്ര ഉയരത്തിൽ നിന്നും താഴെയുള്ള ഇരയെ കാണാൻ പറ്റും. വളഞ്ഞു കൂർത്ത നഖങ്ങളും മൂർച്ചയുള്ള ചുണ്ടകളുമാണ് ഉണ്ടാവുക അല്ലേ. വളഞ്ഞു കൂർത്ത നഖങ്ങൾ എന്തിനാടാ? ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ. മൂർച്ചയുള്ള ചുണ്ടുകളും ഉണ്ടാവും കേട്ടോ. അടുത്തത് ഉയരമുള്ള മരങ്ങളിലാണ് ഇവർ കൂടുണ്ടാക്കുക. ആര്? നമ്മുടെ പരുന്ത് കേട്ടോ. അപ്പോൾ നോക്കിക്കോടാ, ഡക്കിൻ്റെ പ്രത്യേകത നോക്കിക്കോടാ. ഡക്കിൻ്റെ പ്രത്യേകത എന്താ നോക്കിക്കോ. ബീക്ക് വിത്ത് ഫ്ലാറ്റ് ഫെറോസ് ആണ്. ബീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ പരന്നത്. ഫെറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴി ഉണ്ടാവും അല്ലേ. ലെഗ്സ് വിത്ത് വെബ്ഡ് ഫീറ്റ്. ലെഗിൽ എന്തുണ്ടാവും? വെബ്ഡ് ഫീറ്റ് ആയിരിക്കും. എന്താ വെബ്ഡ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഫീറ്റിൻ്റെ ഇടയിൽ സ്കിൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വെബ്ഡ് ഫീറ്റ് എന്ന് പറയാം കേട്ടോ. അടുത്ത ഡക്കിൻ്റെ പ്രത്യേകം എന്താ? ലീവ്സ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ പറ്റും. ഇനി അടുത്ത് കൈറ്റ് നോക്കടാ. പരുന്ത് ക്യാൻ സീ ദ പ്രേ ബിലോ ഫ്രം എനി ഹൈറ്റ്. എത്ര ഹൈറ്റ് എന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? പ്രേനെ, താഴെയുള്ള പ്രേനെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. കർവ്ഡ് ആൻഡ് ഷാർപ്പ് ക്ലോസ് ആൻഡ് ഷാർപ്പ് ബീക്സ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താടാ? നഖങ്ങളില്ലേ, അതിൻ്റെ നഖങ്ങൾ എന്ന് പറയുന്നത് കേർവ്ഡ് ആണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ നഖമാണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ നഖമാണ്. കേർവ്ഡ് വളഞ്ഞതാണ്, ഷാർപ്പാണ്. ബിൽഡ്സ് നെസ്റ്റ് ഓൺ ടോൾ ട്രീസ്. ഉയരമുള്ള മരങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ടോൾ ട്രീസിൻ്റെ മുകളിലാണ് ഇവർ നെസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അടുത്ത് താഴെ പറയുന്ന പക്ഷി സങ്കേതങ്ങൾ ഏത് ജില്ലകളിലാണ്? ഇത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ മക്കളെ. പക്ഷി സങ്കേതം വയനാടാണ്. അരിപ്പ തിരുവനന്തപുരമാണ് ജില്ല. തട്ടേക്കാട് എറണാകുളം. തട്ടേക്കാടിൻ്റെ ഒരു പ്രത്യേകത സാറ് പറയട്ടെ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഫസ്റ്റ് ബേർഡ് സാങ്ച്വറി ഇൻ കേരളയാണ് ഏതാടാ? തട്ടേക്കാട് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാടാ? തട്ടേക്കാടാണ്. ഫസ്റ്റ് ബേർഡ് സാങ്ച്വറി ഇൻ കേരള ഏതാണ്? തട്ടേക്കാടാണ്. ഇത് ഏത് നദിയുടെ തീരത്താണെന്നറിയോ? പെരിയാർ നദിയുടെ തീരത്താണ് കേട്ടോ. പെരിയാർ റിവറിൻ്റെ തീരത്താണ് ആരടാ? തട്ടേക്കാട് ഉള്ളത്. കുമരകം കോട്ടയം ജില്ലയിലാണ്. മംഗളവനം എറണാകുളം ജില്ലയിലാണ്. ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ്. പാതിരാമണൽ ആലപ്പുഴയാണ്. ഈ ചൂലന്നൂർ പക്ഷി സങ്കേതത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയോടാ മക്കളെ? മയിലിനെ സംരക്ഷിക്കുന്നത് കേട്ടോ. മയിലിനെ സംരക്ഷിക്കുന്നത് നമ്മൾ ഏത് പക്ഷി സങ്കേതത്തിലാടാ? ചൂലന്നൂരാണ്. പക്ഷി പാതാളം വയനാട് ജില്ലയിലാണ്. അരിപ്പ തിരുവനന്തപുരം ജില്ലയിലാണ്. തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ്. കുമരകം കോട്ടയം ജില്ലയിലാണ്. മംഗളവനം എറണാകുളമാണ്. ചൂലന്നൂർ പാലക്കാടാണ്. ഇത് നിർബന്ധമായിട്ട് തന്നെ മക്കൾ പഠിക്കണം. ഫസ്റ്റ് ബേർഡ് സാങ്ച്വറി എവിടെയാടാ? കേരളത്തിലെ ഫസ്റ്റ് ബേർഡ് സാങ്ച്വറി, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാടാ? തട്ടേക്കാട്. തട്ടേക്കാട് ഏത് നദിയുടെ ഏത് റിവറിന്റെ ബാങ്കിലാണുള്ളത്? ഏത് തീരത്താണുള്ളത്? ഏത് റിവറിന്റെ അടുത്താണുള്ളതെടാ? പെരിയാർ നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതം ആരുടെ പേരിലാണെന്ന് അറിയോടാ? തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഇൻ ദ നെയിം ഓഫ് ഡോക്ടർ സാലിം അലി, ബേർഡ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സാലിം അലിയുടെ പേരിലാണുള്ളത് കേട്ടോ. ഇനി നോക്കടാ, സാലിം അലിനെ കുറിച്ചിട്ട്. ഇന്ത്യൻ പക്ഷി ശാസ്ത്രത്തിന്റെ പിതാവ്, ബേർഡ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? സാലിം അലിയാണ്. ശരിയല്ലേടാ? ഇന്ത്യൻ പക്ഷി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാടാ? സാലിം അലിയാണ്. നവംബർ 12 അദ്ദേഹം ജനിക്കുന്നത്. ആ നവംബർ 12 നമ്മൾ എന്തായിട്ട് ഇതാക്കുന്നതെന്ന് അറിയോടാ? ബേർഡ് ഒബ്സർവേഷൻ ഡേ ആയിട്ട് ബേർഡ് ഒബ്സർവേഷൻ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന എന്നാടാ? നവംബർ 12 ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനമാണ്. നവംബർ 12 ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? പക്ഷി നിരീക്ഷണ ദിനമായിട്ട്, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം, നാഷണൽ ബേർഡ് ഒബ്സർവേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെയാടാ തട്ടേക്കാട് പക്ഷി സങ്കേതം അദ്ദേഹത്തിന്റെ പേരിലാണല്ലേ ഉള്ളത്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഡോക്ടർ സാലിം അലിയുടെ പേരിലാണുള്ളത്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താടാ? ഒരു കുരുവിയുടെ പതനം അഥവാ ഫോൾ ഓഫ് എ സ്പാരോ. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിന്റെ പേരെന്താടാ? ഫോൾ ഓഫ് എ സ്പാരോ. അത് മറന്നു പോകരുത് കേട്ടോ മക്കളെ. ഒട്ടക പക്ഷിയും മുട്ടയും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇത് ലോകത്തിൽ ഇന്ന് ഏറ്റവും ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി. മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട. ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയില്ല. ഒട്ടക പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം 1.5 കിലോഗ്രാം ഭാരം ഉണ്ടാവും. ശരിയല്ലേടാ? കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണ് മാർക്കാണ്? ഒട്ടക പക്ഷിക്കാണ് അല്ലേ ഏറ്റവും വലിയ കണ്ണ് കരയിൽ. ഓസ്ട്രിച്ച് ആൻഡ് ഇറ്റ്സ് എഗ്. ഓസ്ട്രിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിംഗ് ബേർഡ് ഇൻ ദ വേൾഡ് ടുഡേ. ഇറ്റ്സ് എഗ് ഈസ് ദ ലാർജസ്റ്റ് എഗ്. ഓൾദോ ഇറ്റ് ഹാസ് വിങ്സ് ഇറ്റ് കനോട്ട് ഫ്ലൈ. വിങ്സ് ഉണ്ടെങ്കിലും അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. ആൻഡ് ഓസ്ട്രിച്ച് എഗ് വെയ്സ് അപ്രോക്സിമേറ്റ്ലി 1.5 കിലോഗ്രാം. ഒരു ഓസ്ട്രിച്ചിന്റെ എഗ് എത്ര കിലോ ഭാരം ഉണ്ടാവുക? 1.5 കിലോഗ്രാം അല്ലേ. ഇറ്റ് ഈസ് ഓൾസോ ഹാസ് ലാർജസ്റ്റ് ഐ എമംഗ് ഓൾ ആനിമൽസ് ലിവിംഗ് ഇൻ ലാൻഡ്. ലാൻഡിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ളത് ആർക്കാണ്? നമ്മുടെ ഓസ്ട്രിച്ചിനാണ് അല്ലേ. യെസ്. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോടാ. മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ച് മനു തയ്യാറാക്കിയ വിവരണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന വിവരങ്ങൾ. കേരളത്തിന്റെയും അരുണാചൽ പ്രദേശിന്റെയും സംസ്ഥാന പക്ഷിയാണ്. ശരിയാണ്. കാട്ടിലെ കർഷകർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. അതും ശരിയല്ലേ. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ പട്ടികയിൽ ഇവ ഉൾപ്പെടുന്നില്ല. അത് തെറ്റല്ലേ? അയാൾക്ക് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ഇത് ഏകപത്നി വ്രതക്കാരനായ പക്ഷിയാണ്. എന്ത് ഏകപത്നി വ്രതക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താടാ? മലമുഴക്കി വേഴാമ്പലിന് ഒരൊറ്റ ഇണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇണ എന്ന് പറഞ്ഞാൽ എന്താ? വൈഫ്.
അല്ലേ? നമ്മൾ എന്താ പറയുക, ഒരു ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു മലമുഴുക്കി വീഴാമലിന് ഒരു ലവർ മാത്രം. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ഏകപത്നി വ്രതക്കാരൻ എന്ന് പറയുക കേട്ടോ. യെസ്, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? 1, 2, 4 ശരിയാണ് അല്ലേ? ഡി ആണ് ഓപ്ഷൻ. മനു ഈസ് പ്രിപ്പയറിംഗ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാക്ട്സ് ക്യാൻ ബി ഇൻക്ലൂഡഡ്? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ട് ഏതാണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള ആൻഡ് അരുണാചൽ പ്രദേശ്. കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ്. ശരിയല്ലേ? നിക് നെയിം എന്താ? ഫാർമർ ഓഫ് ഫോറസ്റ്റ്. ശരിയല്ലേ? ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ബേർഡ്സ് ഫേസിംഗ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അത് തെറ്റല്ലേ? അയാൾ ഇൻക്ലൂഡഡ് അല്ലേ? ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ബേർഡ്സ് ഫേസിംഗ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട് അതല്ലേ? ഇറ്റ് ദ ബേർഡ് ഈസ് നോൺ ഫോർ ബീങ് മൊണോഗ്യാമസ്. മൊണോഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാവിങ് വൺ മേറ്റ് ഫോർ ലൈഫ് അല്ലേ? വൺ മേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വൺ മേറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരൊറ്റ വൈഫ് മാത്രമേ, അല്ലെങ്കിൽ ഒരൊറ്റ ആൾക്കാർ, ഒരു പെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1, 2, 3, 4 കറക്റ്റാണ് കേട്ടോ. അടുത്ത് നോക്കടാ. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവരാണ് ദേശാടന പക്ഷികൾ അല്ലേ? ദേശാടന പക്ഷികളെ സംബന്ധിച്ച വിവരങ്ങൾ താഴെ നൽകുന്നു. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ ആണ്. ശരിയാണ്. ഭക്ഷണത്തിനും പ്രജനനത്തിനും അനുയോജ്യമായ കാലാവസ്ഥയ്ക്കുമായിട്ടാണ് ഇവ യാത്ര ചെയ്യുന്നത്. അതും ശരിയല്ലേ? ഭക്ഷണം, കാലാവസ്ഥ ഇവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. വഴി തെറ്റാതിരിക്കാൻ ഇവ പകൽ സൂര്യനെയും രാത്രി നക്ഷത്രങ്ങളെയും ഉപയോഗിക്കുന്നു. അത് ശരിയല്ലേ? പെൻഗ്വിനുകൾ ദേശാടനം നടത്തുന്ന പക്ഷികളല്ല. അല്ല, ശരിയാണ്. പെൻഗ്വിനുകൾ ദേശാടനം നടത്താറില്ല. അവര് തണുപ്പുള്ള ദേശത്ത് മാത്രമാണ് ഇവരുണ്ടാവുക. ആര്? പെൻഗ്വിനുകൾ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇവർ എന്താണ്? എല്ലാം ശരിയാണ് ഇതിൽ കേട്ടോ. എല്ലാം ശരിയാണ്. ഇംഗ്ലീഷിലെ കുട്ടികൾ നോക്കിക്കോടാ. മൈഗ്രേറ്ററി ബേർഡ്സ് ട്രാവൽ ഫ്രം വൺ റീജിയൻ ടു അനദർ ആൻഡ് ബാക്ക്. റീഡ് ദ ഫോളോവിങ് ഫാക്ട്സ് അബൌട്ട് മൈഗ്രേറ്ററി ബേർഡ്സ്. ദി ആർട്ടിക് ടേൺ ഇസ് ദ ബേർഡ് ദാറ്റ് ട്രാവൽസ് ദി ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ഡ്യൂറിങ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം, ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ആരാ? ആർട്ടിക് ടേൺ ആണ്. അത് ശരിയാണ്. ദേ ട്രാവൽ ഇൻ സെർച്ച് ഓഫ് ഫുഡ്. എന്തിനാണ് ഇവർ മൈഗ്രേഷൻ നടത്തുന്നത്? ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഫുഡിന് വേണ്ടിയിട്ട്. ബ്രീഡിങ് ഗ്രൗണ്ട്സ് അല്ലേ? ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? സ്യൂട്ടബിൾ ക്ലൈമറ്റ്, കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതും ശരിയല്ലേ? ടു ഫൈൻഡ് ദിയർ വേ ദേ യൂസ് സൺ ഡ്യൂറിങ് ദ ഡേ ആൻഡ് സ്റ്റാർസ് അറ്റ് നൈറ്റ്. അവരെങ്ങനെയാണ് ഡയറക്ഷൻ നോക്കുന്നത്? ഡേ ടൈമിൽ സണ്ണിന് നോക്കും, നൈറ്റ് ടൈമിൽ സ്റ്റാറിന് നോക്കും. പെൻഗ്വിൻ ആർ നോൺ മൈഗ്രേറ്ററി ബേർഡ്സ്. പെൻഗ്വിൻ എന്ത് ചെയ്യില്ലടാ? മൈഗ്രേഷൻ നടത്തില്ല. ഇതിൽ ഓൾ ആർ കറക്റ്റ് ആണ് അല്ലേ? 3ഉം 4ഉം ശരിയാണ്. 4ഉം ശരിയാണ് അല്ലേ? യെസ്. ഇനി തട്ടേക്കാട് പക്ഷി സങ്കേതത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാ? കേരളത്തിൽ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. ശരിയാണ്. ഡോക്ടർ സാലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. അതും ശരിയല്ലേ? അത് ഞാൻ ഓൾറെഡി കുറേ പറഞ്ഞു അല്ലേ? കേരളത്തിൽ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് എന്ന് പറയുന്നത്. ഡോക്ടർ സാലിം അലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. എറണാകുളം ജില്ലയിൽ പെരിയാർ നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണ്. ദേശാടന പക്ഷികളിലെ പറുദീസ എന്നിവിടെ അറിയപ്പെടുന്നത് തെറ്റാണ് കേട്ടോ. ദേശാടന പക്ഷികളിലെ പറുദീസ എന്നറിയപ്പെടുന്ന എവിടെയാണെന്ന് അറിയോടാ? അത് വേറെ സ്ഥലമാണ്. യെസ്. അപ്പം അത് നമ്മുടെ കടലുണ്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. ഇറ്റ് ഈസ് എ ബേർഡ് സാങ്ച്വറി ഇൻ കേരള. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ നെയിം ഓഫ് ഡോക്ടർ സാലിം അലി. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് പെരിയാർ റിവർ ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? അതും ശരിയാണ്. അതുപോലെ പാരഡൈസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ് എന്നറിയപ്പെടുന്നത് അല്ലാട്ടോ, അത് തെറ്റാണ് കേട്ടോ മക്കളെ. അത് കടലുണ്ടിയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1, 2, 3 ആണ് ശരി അല്ലേ? ബി ആണ് കറക്റ്റ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കോടാ. അടുത്ത ചോദ്യം, പക്ഷികളുടെ ഭക്ഷണശീലവും കൊക്കിന്റെ ഘടനയും. കൊക്കും പക്ഷികളും ഇതിലേതാ നോക്കാം അല്ലേ? ഇതില് നോക്കാം. ഒന്ന് നോക്കടാ. പരുന്ത് ഇര പിടിക്കാൻ നീണ്ടു പരന്ന കൊക്കാണോ? അല്ല. അതും അല്ല. ഈഗിളിന് ലോങ് ഫ്ലാറ്റ് ബീക്കാണോ? തെറ്റല്ലേ? അത് ലോങ് ഫ്ലാറ്റ് ബീക്ക് അല്ലല്ലോ. കൊക്ക് അങ്ങനത്തെ കൊക്കല്ല ഉണ്ടാവുക അല്ലേ? യെസ്. അടുത്ത തേൻകുരുവി. തേൻ കുടിക്കാൻ കൂർത്തു വളഞ്ഞ കൊക്ക്. ശരിയല്ലേ? സൺബേർഡിന് ഷാർപ്പ് കേർവ്ഡ് ബീക്കല്ലേ ഉണ്ടാവുക? സൺബേർഡിന് കേർവ്ഡ് ബീക്കാണ് ഉണ്ടാവുക. കാരണം അതിന് തേൻ കുടിക്കണ്ടേ. അപ്പോൾ വളഞ്ഞ കൊക്കല്ലേ അതിൻ്റെ ആവശ്യം? കേർവ്ഡ് ബീക്കാണ് അതിന് ആവശ്യം ഉണ്ടാവുക അല്ലേ? അടുത്തത് പൊന്മാൻ നോക്കടാ. മത്സ്യം പിടിക്കാൻ ബലമുള്ള കൊക്ക് ഉണ്ടാവും. കിങ് ഫിഷറിന് സ്ട്രോങ് ബീക്ക് ടു ക്യാച്ച് ഫിഷ്. കിങ് ഫിഷറിന് എന്തുണ്ടാവും? സ്ട്രോങ് ബീക്ക് ഉണ്ടാവും. നല്ല കട്ടിയുള്ള നല്ല സ്ട്രോങ് ബീക്കാണ് ഉണ്ടാവുക. കാരണം അതിന് മീൻ പിടിക്കണ്ടേ. കൊക്കോ ചതുപ്പിൽ നിന്ന് ഇര തേടാൻ നീളമുള്ള കൊക്ക് ഉണ്ടാവും. കൊക്കിന്റെ പേരൻ അങ്ങനെയല്ലേ? കൊക്ക് നീളമുള്ള കൊക്കാണ് ഉണ്ടാവുക അല്ലേ? ക്രെയിൻ ആണ് കൊക്ക്. ക്രെയിൻ ലോങ് ബീക്കാണ് ഉണ്ടാവുക അല്ലേ? നീളമുള്ള കൊക്കാണ് ഉണ്ടാവുക. സെർച്ച് ഫോർ പ്രേ ഇൻ മാർഷസ് അല്ലേ? അതിപ്പോൾ അതിൽ ഏതൊക്കെ ശരി? 2, 3, 4 ശരി. സി ആണ് കറക്റ്റ് ഓപ്ഷൻ കേട്ടോ. അടുത്ത് നോക്കടാ. 5ാമത്തെ ഓപ്ഷൻ വളരെ സിമ്പിളാണ്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏതാടാ? ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി സി അല്ലേ? എൻ്റെത് സി വരും അല്ലേ? ഒന്നാമത്തത് സി അല്ലേ? ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകനല്ലേ? കഴുകനാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി അല്ലേ? രണ്ടാമത്തെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാ? ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ ആണ്. ശരിയല്ലേ? ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ. പിന്നോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാടാ? ഹമ്മിങ് ബേർഡ് അല്ലേ? 3 എ ആണ് അല്ലേ? യെസ്.
പിന്നെ അടുത്തത് ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി ഒട്ടകപ്പക്ഷി, അതെല്ലാവർക്കും അറിയാവുന്നുണ്ടാവും അല്ലേ? യെസ്. മാച്ച് ദ ഫോളോവിങ് നോക്കടാ. ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് ഏതാ? ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് ഏതാ? സാർ പറഞ്ഞത് വൾച്ചർ അല്ലേ? ഫാസ്റ്റസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പറക്കുന്നത് ഫാൽക്കണാണ്. വേഗത്തിൽ പറക്കുന്ന ഏതാ? ഫാൽക്കൺ. ബേർഡ് ദാറ്റ് ക്യാൻ ഫ്ലൈ ബാക്കോട്ട് പറക്കാൻ കഴിയുന്ന ആർക്കാ? ഹമ്മിങ് ബേർഡ് അല്ലേ? ബേർഡ് ദാറ്റ് ക്യാൻ ഫ്ലൈ ബാക്കോട്ട് പറക്കാൻ കഴിയുന്ന ആരാടാ? ഹമ്മിങ് ബേർഡ്. ബേർഡ് വിത്ത് ലാർജസ്റ്റ് ഐ, വലിയ കണ്ണുള്ളത് ആർക്കാ? ഓസ്ട്രിച്ച് അല്ലേ? ഓസ്ട്രിച്ച്, വലിയ കണ്ണുള്ളത് ഓസ്ട്രിച്ച്. അപ്പോൾ ബി ആണ് ഓപ്ഷൻ കേട്ടോ. മക്കളെ ഇതെല്ലാം സാറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം PDF അയച്ചു തരും. PDF നിങ്ങൾ നോക്കി ചെയ്യണം കേട്ടോ, ഒരു വട്ടം കൂടെ ചെയ്യണേ. യെസ്. അടുത്തത് പക്ഷി നിരീക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ പക്ഷി ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സാലിം അലിയാണ്. ശരിയല്ലേ? ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയാണ് കേരളത്തിലെ പക്ഷികൾ. അത് തെറ്റ്. കേരളത്തിൽ ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയുടെ പേരെന്താ? ഒരു കുരുവിയുടെ പതനമാണ്. അല്ലേടാ? KK നീലകണ്ഠൻ ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശരിയാണ് അല്ലേ? KK നീലകണ്ഠൻ എന്നറിയപ്പെടുന്ന ആളുടെ വേറെ പേരാണെന്ത്? ഇന്ദുചൂടൻ. തട്ടേക്കാട് പക്ഷി സംഗീതം ഡോക്ടർ സാലിം അലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബി രണ്ടാമത്തത് തെറ്റാണ്. 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ്. ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ഡോക്ടർ സാലിം അലി ഈസ് നോൺ ആസ് ദി ബേർഡ് മാൻ ഓഫ് ഇന്ത്യ. അത് കറക്റ്റാണ്. ബേർഡ്സ് ഓഫ് കേരള ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഡോക്ടർ സാലിം അലി. അത് തെറ്റല്ലടാ. ബേർഡ്സ് ഓഫ് കേരള തെറ്റല്ലേ? ഓട്ടോബയോഗ്രഫി എന്താ? ഡോക്ടർ സാലിം അലിയുടെ ഓട്ടോബയോഗ്രഫി എന്താടാ? ഫോൾ ഓഫ് എ സ്പാരോ അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തെ തെറ്റാണ് അല്ലേ? KK നീലകണ്ഠൻ ഈസ് നോൺ ബൈ ദ പെൻ നെയിം ഇന്ദുചൂടൻ. KK നീലകണ്ഠൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദുചൂടൻ എന്ന പേരിലാണ്. അത് ശരിയാ. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഈസ് നെയിംഡ് ആഫ്റ്റർ ഡോക്ടർ സാലിം അലി. ഡോക്ടർ സാലിം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സംഗീതം അറിയപ്പെടുന്നത്. അപ്പോൾ ഏതാ ശരി? 1, 3, 4 ശരിയാണ് അല്ലേ? ഇനി അടുത്തത് ഒട്ടകപ്പക്ഷിയുടെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ്, ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ്, നിത്യഹരിത മേഖലകളിൽ കാണപ്പെടുന്ന പക്ഷി. അത് തെറ്റല്ലടാ അല്ലേ? പച്ചപ്പുള്ള സ്ഥലത്താണോ ഒട്ടകപക്ഷി കാണപ്പെടുക? അല്ലല്ലോ, മരുപ്രദേശത്തല്ലേ കാണപ്പെടുക. അത് തെറ്റാ. പിറകോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷി. അത് തെറ്റല്ലേ? പിറകോട്ട് പറക്കാൻ കഴിയുന്ന ആർക്കാ? ഹമ്മിങ് ബേർഡിനല്ലേ? അല്ലേ? 1ഉം 2ഉമാണ് ഇതിൽ ശരി അല്ലേ? വിച്ച് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഓസ്ട്രിച്ച് ആർ കറക്റ്റ്? ഓസ്ട്രിച്ചിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ഏത്? ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ബേർഡ്. ശരിയാ. ലാർജസ്റ്റ് എഗ്, അതും ശരിയാ. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ എവർഗ്രീൻ ഫോറസ്റ്റ് റീജിയൻ. അത് തെറ്റല്ലേ? ഫോറസ്റ്റിലാണോ അത് കാണപ്പെടുക? അല്ല, മരുപ്രദേശത്തിലേ കാണപ്പെടുക. ഇറ്റ് ഇസ് എ ബേർഡ് ദാറ്റ് ക്യാൻ ഫ്ലൈ ബാക്ക്വേർഡിലേക്ക്, ഇപ്പോൾ ബാക്കോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാടാ? ഹമ്മിങ് ബേർഡ് അല്ലേ? അപ്പോൾ 1ഉം 2ഉമാണ് ശരി. ശരിയല്ലേടാ? യെസ്. അപ്പോൾ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 3 ഉണ്ട് മക്കളെ. അതിൻ്റെ ആൻസറും സാറ് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 8, 9, 10 ക്വസ്റ്റ്യനിലേ ആ 10 ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം? 8, 9, 10 ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർക്ക് അപ്പം തന്നെ മെസ്സേജ് ഇടുക. ഇത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പക്ഷിസങ്കേതികളും ജില്ലകളും ഏതൊക്കെയാ? കടലുണ്ടി മലപ്പുറമാണ്. ശരിയല്ല? മലപ്പുറം കോഴിക്കോട് എന്ന് പറയാം. ചൂലന്നൂർ എവിടെയാടാ? ചൂലന്നൂർ ഏത് ജില്ലയിലാണ്? ശരിയായ ജോഡിയല്ലേ? ചൂലന്നൂർ പാലക്കാടല്ലേ? അപ്പോൾ അത് തെറ്റല്ലേ? അരിപ്പ എവിടെയാ? അത് നോക്കണം. അരിപ്പ എവിടെയാടാ? അരിപ്പ അത് തിരുവനന്തപുരം. അത് ശരിയാ. പക്ഷിപാതാളം ആലപ്പുഴ ഇല്ലല്ലോ? തെറ്റല്ലേ? വയനാടല്ലേ? അപ്പോൾ 1ഉം 3ഉമാണ് ശരി അല്ലേ? 1ഉം 3ഉം സി ആണ് ഇതിൽ ഓപ്ഷൻ വരിക അല്ലേ? കടലുണ്ടി ഉള്ളത് മലപ്പുറം കോഴിക്കോടാണ്. ചൂലന്നൂരുള്ളത് കണ്ണൂരല്ലല്ലോ, പാലക്കാടല്ലേ? അരിപ്പ തിരുവനന്തപുരം. അത് ശരിയാ. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉം ശരി എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. ബാക്കി 2 കൂടെ ഇല്ലേ ഉള്ളൂ. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറ്റാ.